R15 2016 മോഡൽ ബൈക്കിന് വീണ്ടും എൻജിൻ പണി വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഷോറൂമിൽ വെച്ചിട്ട് വർക്ക് ചെയ്യാമെന്ന് വെച്ചു. പിന്നെ കംപ്ലീറ്റ് ഒന്ന് റീവർക്ക് ചെയ്തത്, അതിൻ്റെ ഒരു വീഡിയോ ഇതിലുണ്ട്. എൻജിൻ വർക്ക് പിന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈം വന്നപ്പോൾ കംപ്ലീറ്റ് വർക്ക് ചെയ്ത് ഇറക്കിയതാണ്. പക്ഷേ അത് സെറ്റായിട്ടില്ല. അതിനുശേഷം വൈറ്റ് സ്മോക്ക് നല്ലോണം അടിക്കാൻ തുടങ്ങി. അപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ എൻജിൻ പണി ഉണ്ട്. അപ്പോൾ എന്നിട്ട് രണ്ടാമത്തെ പ്രാവശ്യം ബോർ ചെയ്തിട്ടതിന് ശേഷം ഇതാണ് അവസ്ഥ. അപ്പോൾ എന്തായാലും ഷോറൂം കയറിയിട്ട് തന്നെ വർക്ക് ചെയ്യാമെന്ന് വെച്ചു. പിന്നെ റീപെയിൻറ്റും ചെയ്യാനുണ്ടായിരുന്നു. വണ്ടി കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞതിന് ശേഷമുള്ള ലുക്കാണ്. റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട്, എൻജിൻ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ക നീറ്റ് കണ്ടീഷനിലുള്ള ലുക്കാണിത്. R15S 2016 മോഡൽ. ഞാൻ ഫസ്റ്റ് ടൈമാണ് വണ്ടി ഷോറൂമിൽ കയറ്റിയിട്ട് വർക്ക് ചെയ്യിക്കുന്നത്. എന്നുവെച്ചാൽ ഷോറൂമിലത്തെ വർക്ക് എന്ന് വെച്ചാൽ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. പക്ഷേങ്കിൽ 2 പ്രാവശ്യം എൻജിൻ പണി വന്നിട്ട് പുറത്തുനിന്ന് ചെയ്തിട്ട് ക്ലിയർ ആയിട്ടില്ല. അപ്പം ഇപ്രാവശ്യം കംപ്ലീറ്റ് നീറ്റായിട്ട് തന്നെ റീപ്ലേസ്മെൻറ്റ് ചെയ്യാമെന്ന് വെച്ചു. വെച്ചാൽ ഈ വണ്ടി നല്ല റണ്ണിങ്ങിലെ വണ്ടിയാണ്. ഇത് മാറ്റി പുതിയ വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം മറ്റൊന്നല്ല, ഈ വണ്ടിയോട് ഒരു എക്സ്ട്രാ അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അതുകൊണ്ട് ഇതെന്തായാലും എന്ത് പണി വന്നാലും വർക്ക് ചെയ്ത് കൊണ്ടുപോകുന്നില്ല ഒരു മൈൻഡാണ്. അതുകൊണ്ട് തന്നെ ഷോറൂമിൽ കയറ്റി. അപ്പോൾ അവർ കംപ്ലീറ്റ് എൻജിൻ അയച്ചു കഴിഞ്ഞാൽ വർക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറയാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ എൻജിൻ അയച്ചതിന് ശേഷം അവർ കണ്ടതെന്ന് വെച്ചാൽ പിസ്റ്റണ് സ്ക്രാച്ച് വന്നിട്ടുണ്ടായിരുന്നു. സിലിണ്ടർ കിറ്റിലൊക്കെ അതിൻ്റെ ഒരു ലൈൻസ് കല വീണിട്ടുണ്ട്. പിന്നെയും ചെറിയ പാർട്സൊക്കെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിലൊന്നും സ്റ്റോക്കില്ല. അപ്പം സ്റ്റോക്ക് വരുന്ന വരെ വണ്ടി വെച്ചേ പറ്റുമെന്ന് പറഞ്ഞു. മാറ്റുമ്പോൾ എന്തായാലും കംപ്ലീറ്റ് വർക്ക് ചെയ്തിട്ട് തന്നെ ഇറക്കാമെന്ന് വെച്ചു. ഇതിപ്പോൾ രണ്ടാമത്തെ സിലിണ്ടർ കിറ്റാണ്. ഫസ്റ്റ് ടൈമത്തേത് റെഡി ആയിട്ടില്ല. എന്നിട്ട് ബോർ ചെയ്തിട്ട് ഇട്ടു. വീണ്ടും അതിൽ തന്നെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പം എന്തായാലും റീപ്ലേസ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. റിയർ ഷോക്ക് അബ്സോർവർ ചേഞ്ച് ചെയ്യാനുണ്ട്. കംപ്ലീറ്റ് നീറ്റാക്കിയിട്ട് തന്നെ ഷോറൂമിൽ നിന്ന് എടുക്കുക എന്നുള്ളൊരു ഇതിലാണ് ഇവിടെ വന്നത്. അപ്പം വർക്കൊക്കെ കഴിഞ്ഞു. വർക്കിംഗ് കണ്ടീഷൻ പക്ക നീറ്റായിട്ട് കിട്ടി. ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ റീപെയിൻറ്റ് ചെയ്യണം. ഫസ്റ്റ് ടൈം എൻജിൻ വർക്ക് വന്നപ്പോൾ കംപ്ലീറ്റ് ചേഞ്ച് ചെയ്തു. പെയിൻറ്റൊക്കെ മാറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഡിസൈൻ പോലെ മാറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രോസ് സെക്ഷൻ ആക്കിയാണ് ചെയ്തത്. കുറച്ച് വൈറ്റ് എക്സ്ട്രാ വന്നപ്പോൾ ഇപ്രാവശ്യം അതൊന്ന് ചേഞ്ച് ചെയ്യാമെന്ന് വെച്ചു. ആ ഒരു വൈറ്റ് പോർഷൻ കുറച്ച് കൂടിയ പോലെ തോന്നി. RCയിൽ ചേഞ്ച് ചെയ്യാണ്ട് തന്നെ റെഡും വൈറ്റ് തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് പാർട്സ് കംപ്ലീറ്റ് അയച്ചെടുക്കണം. പാർട്സ് കംപ്ലീറ്റ് അയച്ചെടുത്ത് ഓരോന്നായി പെയിൻറ്റ് ചെയ്തെടുക്കണം.
പാർട്സൊക്കെ കംപ്ലീറ്റ് അയച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്രോസ് സെക്ഷനായിട്ട് അടിച്ചത് ടാങ്കിലെല്ലാം ക്രോസ് സെക്ഷനായിട്ടായിരുന്നു അടിച്ചത്. അപ്പോൾ അതൊക്കെ റെഡിലേക്ക് മാറ്റേണ്ടതുണ്ട്. പെയിൻറ്റ് മിക്സാക്കി എടുത്താണ്. ഒരു എക്സ്ട്രാ ഒരു റെഡ് കിട്ടേണ്ടിയിട്ട് മിക്സാക്കി എടുത്ത് മെറ്റാലിക് റെഡിൻ്റെ കൂടെ കുറച്ച് ഓറഞ്ച് കൂടി ആഡ് ചെയ്തിട്ടുള്ളൊരു കളറാണ്. പക്ഷേ അത് ഒറ്റ നോട്ടത്തിൽ റെഡ് പോലെ തന്നെ കിടക്കും. പിന്നെ കംപ്ലീറ്റ് പേഡ് ഇട്ടടിക്കേണ്ട പ്ലാനാണ്. അപ്പം പേഡ് അടിച്ചതിന് ശേഷം ക്ലിയർ അടിച്ചു. ആ ഒരു എക്സ്ട്രാ ഗ്ലോസി വന്നിട്ടുണ്ട്. ലാസ്റ്റത്തെ പെയിൻറ്റ് വർക്കും കാര്യങ്ങളൊക്കെ എൻ്റെ ചാനലിൽ തന്നെ ഉണ്ട്. വണ്ടീൻ്റെ ഫസ്റ്റ് വർക്ക് കംപ്ലീറ്റ് ചാനലിലുണ്ട്. അപ്പം ആദ്യത്തെ പെയിൻറ്റിങ് ജോബ് നമ്മൾ വേറെ ഫ്രണ്ടിൻ്റെ കൂടെ നമ്മൾ ഐഡിയക്ക് ചെയ്തിരുന്നു. പക്ഷേ ഇത് ഇപ്രാവശ്യം പെയിൻറ്റിൻ്റെ വർക്ക് ചെയ്യുന്നിടത്ത് തന്നെ കൊണ്ടുപോയി അവിടെ നിന്ന് ചെയ്യിക്കുന്നു. കാറിൻ്റെ ബൈക്കിൻ്റെ ഒക്കെ പെയിൻറ്റ് അടിക്കുന്ന സ്ഥലം തന്നെയാണ്. അപ്പം അതിന് മെഷീനറിയും കാര്യങ്ങളും ആ ഒരു നീറ്റ്നെസ്സും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. ഇത് പേള് എടുത്ത് കാണിക്കുന്നുണ്ട്. ബ്ലൂ പേള് ആഡ് ചെയ്തിട്ടുണ്ട്. അത് വെയിലത്ത് നല്ല ഭംഗിയായിരിക്കും. അതിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പിനെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് വെയിലടിക്കുമ്പോൾ അതിൻ്റെ മേലെ ലൈറ്റ് അടിക്കുമ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ ലുക്ക് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. കംപ്ലീറ്റ് പോർഷൻ പേൾ അടിച്ചതിന് ശേഷം നല്ല ക്ലിയർ കോട്ടിങ് അടിച്ചു. പരമാവധി വൈറ്റ് കുറച്ചിട്ടുണ്ട്. കൂടുതൽ വൈറ്റ് ഉണ്ടായിരുന്നു. ബ്ലാക്ക് ഗ്ലോസി അല്ല അടിച്ചത്. ബ്ലാക്ക് മാറ്റ് ബ്ലാക്ക് അടിച്ചതിന് ശേഷം അതിൽ പേള് ക്ലിയറിൽ ആഡ് ചെയ്തിട്ട് അടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് വേറെ തന്നെ ഒരു ഭംഗിയാണ്. ഗ്ലോസി ബ്ലാക്കിനെക്കാട്ടിയും മാറ്റ് ബ്ലാക്കിൽ പേള് ക്ലിയറിൽ ചേർത്തടിച്ച്, അപ്പോൾ അതിൻ്റെ വേറെ തന്നെ ഒരു സ്റ്റൈൽ വന്നിട്ടുണ്ട്. ടയർ ഓൾറെഡി സിൽവർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊന്നും കൂടി റിഫ്രഷ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പെയിൻറ്റ് വർക്ക് ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പെയിൻ്റ് അടിച്ച പാർട്സൊക്കെ ഇനി ഓരോന്നോരോന്നായിട്ട് ഫിറ്റ് ചെയ്ത് കൊണ്ടുവരണം. കംപ്ലീറ്റ് ഫൈബർ പീസാണ് വരുന്നത്. അപ്പോൾ ഇനിയെല്ലാം റീഫിറ്റ് ചെയ്യണം. പാർട്സ് എല്ലാം റീഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റിക്കർ വർക്കാണ്. അപ്പം കുറച്ച് സ്റ്റിക്കർ കൂടി ആഡ് ചെയ്ത് ഫിനിഷ് ചെയ്യേണ്ട പ്ലാനാണ്.
ഫസ്റ്റ് ടൈം റീപെയിൻറ്റ് ചെയ്തിട്ടുള്ള ലുക്കാണ്. സ്റ്റിക്കറൊക്കെ ചെയ്തതാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഒന്നുകൂടി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ വൈറ്റ് പരമാവധി ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് വണ്ടി ഈ ലെവലിലെത്തിയത്. വൈറ്റ് പോർഷൻ കുറച്ചിട്ടുണ്ട്. എക്സ്ട്രാ ഫിറ്റിങ്സ് എന്ന് വെച്ചാൽ ചെറിയ എക്സ്ട്രാ ഫിറ്റിങ്സ് ചെയ്തിട്ടുണ്ട്. ഒരു അണ്ടർ ബെല്ല് ചെയ്തിട്ടുണ്ട്. അത് R15 V2ൻ്റെ അണ്ടർ ബെല്ലിയാണ്. പിന്നെ ഇവിടെ ഒരു എക്സ്ട്രാ മഡ് ഗാർഡിന് ഒരു പീസ് കൂടി വെച്ചിട്ടുണ്ട്. വണ്ടിയുടെ സ്റ്റിച്ച് സീറ്റ് അടിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു എക്സ്ട്രാ ലുക്ക് വരാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് സീറ്റ് അടിച്ചിട്ടുണ്ട്. ബാക്കി റണ്ണിങ് കണ്ടീഷൻ എല്ലാം ഇപ്പം പക്ക ഓക്കെയാണ്. ഈ ഒരു പീസ് R15 V3ൻ്റെ എക്സ്ട്രാ പീസ് മാത്രം വെക്കണം. അത് വന്നപ്പോൾ കുറച്ചും കൂടി ഒരു ഹൈറ്റ് തോന്നിക്കുന്നുണ്ട്. ഒരു R15 ബേസ് മോഡലിൻ്റെ ഒരു ലുക്ക് ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ചൊരു വെറൈറ്റി തന്നെയാണ്. ഇത് നല്ല നീറ്റിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഒട്ടും ഇളകാത്ത വിധത്തിൽ. അതായത് മിററ് നമ്മുടെ ഇവിടെ ഫ്രെയിമിൽ ഇതിൻ്റെ മീറ്റർ വെക്കുന്ന ആ സ്റ്റാൻഡിൽ തന്നെയാണ് മിറർ സാധാരണ വരുത്ത്. അപ്പോൾ അതിൽ തന്നെ എക്സ്ട്രാ വെച്ചതാണ്. അപ്പോൾ വണ്ടി ഷെയ്ക്കൊന്നും ഉണ്ടാവില്ല, ഇത് കുലുങ്ങില്ല. ക്ലിയർ ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാ വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഈ മിറർ സാധാരണ ഇവിടെയാണ് വരിക. R15 ഇതിൻ്റെ മേലെയാണ്. അതായത് ഇതാണ് പിന്നെ നമ്മുടെ ഡൂം ഇതിന്മേലാണ്, ഈ കമ്പീൻ്റെ മേലാണ് മോൾഡായി നിൽക്കുന്നത്. അപ്പം ഇവിടെ തന്നെ മിറർ വരുമ്പോൾ ആ ഒരു പിടുത്തം കിട്ടും. അപ്പോൾ ഈ ഒരു പീസ് കുറച്ച് എക്സ്ട്രാ ഒന്നിച്ചിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സെറ്റപ്പ് ആക്കിയത്. ഈ ഒരു സെറ്റപ്പ് കമ്പി തന്നെയാണ്. ഈ ഒരു സെറ്റപ്പ് ആക്കിയതെന്ന് വെച്ചാൽ നമ്മളിപ്പം ഈ മിറർ ഇവിടെ ഇങ്ങനെ ഹോൾഡായി നിൽക്കണം.
അപ്പോൾ ഇത് ഇവിടെ മെറ്റൽ പീസ് ഇങ്ങനെ വന്നു, ഈ മെറ്റൽ പീസ് ഇതിൻ്റെ ഇവിടെ വന്നു. അപ്പോൾ അങ്ങനെയാണ് ഇത് നല്ല ഉറപ്പിൽ നിൽക്കുന്നത്. ഈ ഒരു പീസ് ഞാൻ പുറത്ത് വാങ്ങിയതല്ല, ഞാൻ വെൽഡ് ചെയ്ത് തന്നെ ആക്കിയതാണ്. ഈ ഒരു പീസ് എന്ന് പറയുമ്പോൾ ഈ മീറ്റർ ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ട് ഇതിൽ അടിയിൽ. ആ മീറ്റർ ഹോൾഡ് ചെയ്യുന്ന ആ സ്റ്റാൻഡ് 2 പീസാണ്. ആ 2 പീസ് ഞാൻ നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതവിടെ കാണിച്ച കട്ട് ചെയ്തിട്ട് ഞാൻ അത് 2 പീസായി വെൽഡ് ചെയ്തു. അടിയിൽ ഹോൾഡ് ചെയ്യാനും നെറ്റ് നിൽക്കാനും, പിന്നെ മെയിനായിട്ട് ആ ഒരു മിറർ നിൽക്കുന്നത് ഈ സെയിം സംഭവം. ഈ ഒരു പീസാണ് ഞാൻ കട്ട് ചെയ്തിട്ട് ചെറുതാക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുള്ളത്. അത് വെച്ചപ്പോൾ കറക്റ്റ് ക്ലിയറായിട്ട് സംഭവം നിന്നു. വേറെ എയർ കുടുങ്ങുന്ന പ്രശ്നം അങ്ങനത്തെ ഒരു പ്രശ്നവും വരുന്നില്ല. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടാണ് ഇത് നിന്നിട്ടുണ്ട്. ഇത് RF V3-ൻ്റെ ഫ്രണ്ട് വൈസറാണ്. അപ്പോൾ ഇതിൻ്റെ മേലെ ചെയ്യണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ഒന്നാമത് V3 ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയാണ്. പക്ഷേങ്കിൽ അതിൻ്റെ ഒരു ഹാൻഡ്ലിങ്ങും പിന്നെ സീറ്റ് ഹൈറ്റും എനിക്ക് എൻ്റെ വർക്കിനും കാര്യങ്ങൾക്കും എനിക്ക് മാച്ചാവില്ല. അത് കുറച്ച് റണ്ണിങ് ഉള്ള പിന്നെ വണ്ടിയാണിത്. അപ്പം ആ V3-ൻ്റെ ഹാൻഡിൽ പരമാവധി കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് ഇരിക്കണം. ഇതിൻ്റെ ഹാൻഡിൽ എന്ന് വെച്ചാൽ എനിക്ക് നല്ല പൊസിഷനാണ്. അതുകൊണ്ടാണ് V3 ഞാൻ ചൂസ് ചെയ്യാണ്. അപ്പോൾ V3-ൻ്റെ ആ ഒരു ലുക്ക് എനിക്ക് ഇതിൽ വരുത്തണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പീസ് ഇതിൽ വെച്ചത്. ഇത് പരമാവധി കുറച്ച് താത്തി വെക്കണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ താത്തി വെക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ ഈ മിററിൻ്റെ ഗ്യാപ്പ് ഉണ്ട്. അതായത് V3-ക്ക് വരുന്ന മിററിൻ്റെ ഗ്യാപ്പ് തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത് നമുക്ക് നമ്മളെ ഈ ഡൂമിൻ്റെ സ്റ്റേമിൽ കറക്റ്റ് സ്യൂട്ട് ആവില്ല. രണ്ട് പൊസിഷനിലായി പോകും. അപ്പോൾ മിറർ വെക്കാൻ പറ്റില്ല. ഇതിൻ്റെ മിറർ പിന്നെ റിമൂവ് ചെയ്താൽ കിഡ്സെല്ലാം ലുക്കായിരിക്കും. പക്ഷേങ്കിൽ മിറർ നമുക്ക് അത്യാവശ്യമല്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ ഒരു ഹൈറ്റിൽ തന്നെ വെക്കാൻ ഉദ്ദേശിച്ചത്. കറക്റ്റ് ഡൂമിൻ്റെ സ്റ്റേമിൽ വെക്കാൻ പറ്റുന്ന വിധത്തിൽ ചെയ്യാൻ വെച്ചത്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു പീസ് അവിടെ വന്നത്. ഈ രണ്ട് ഹോൾസ് വെറുതെയാണ്. എന്നുവെച്ചാൽ ഞാൻ ആദ്യം ഇത് കുറച്ച് താത്തി ഇറക്കിയിട്ട് നമ്മളെ ഇതിൻ്റെ മേലെ തന്നെ ഫിറ്റ് ചെയ്യാൻ വെച്ചാൽ അതിനാണ് ഹോൾ ഇട്ടത്. നോക്കുമ്പോൾ അത് നിൽക്കുന്നില്ല കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ കാണാം, ഇവിടെ എല്ലാം ക്ലിപ്പിൻ്റെ സാധനങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കിയ കാരണം വെച്ചാൽ ഈ ബോഡി മേൽ തന്നെ ഇങ്ങനെ അമർന്ന് വെക്കേണ്ടിയിട്ടായിരുന്നു. പക്ഷേങ്കിൽ അതൊരു പിടുത്തം കിട്ടില്ല. എന്നിട്ടാണ് ലാസ്റ്റ് നമ്മളിതാ ഈ ഒരു സെറ്റപ്പ്, ഇത് ഹാൻഡ് മെയ്ഡ് സെറ്റപ്പാണ്.
അത് മാത്രമേ ഉള്ളൂ. ഇവിടെ കട്ടിങ് വന്നു. ഇത് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു അണ്ടർ ബെല്ലി ആകുമ്പോൾ അത് വണ്ടിക്കൊരു എക്സ്ട്രാ ഭംഗി കൊടുക്കുന്നുണ്ട്. അത് കാണാൻ സൈഡിൽ നിന്ന് കാണാൻ ഒരു എക്സ്ട്രാ ലുക്കായിരിക്കും അത്. അണ്ടർ ബെല്ലിയെല്ലാം കറക്റ്റ് ഹോളിൽ തന്നെയാണ് ഉള്ളത്. എക്സ്ട്രാ ഹോളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ചിലത് V2 വരുന്ന അണ്ടർ ബെല്ലിയാണ്. ഇത് 3500 അങ്ങനെ ആയിട്ടുണ്ട്. ഞാൻ ഓൺലൈൻ എടുത്തതാണ്. ഇത് ഈ 2 പീസ് 800 ആണെന്ന് തോന്നുന്നു ആയത്. ആദ്യത്തെ എന്താ സ്റ്റോക്കിൽ ഇവിടെ തന്നെ വൈറ്റ് വരുന്നത്, വേറെ എവിടെയും വൈറ്റ് വരുന്നില്ല സ്റ്റോക്കിൽ. ഇവിടെയും പിന്നെ മഡ്ഗാർഡ് ഇത്ര പീസ് മാത്രം വൈറ്റ് വരുന്നത്. അപ്പോൾ മഡ്ഗാർഡ് ജസ്റ്റ് ഒന്ന് ഈ പീസിനെ റെഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ അങ്ങനെ തന്നെ വൈറ്റിൽ തന്നെ വെച്ചതാണ്. ഇത് സ്റ്റിക്കറല്ല, ഇത് വൈറ്റ് തന്നെയാണ്. പിന്നെ സ്റ്റിക്കർ ചെയ്ത് ഇത് സ്റ്റിക്കറാണ്. ഇതൊരു വൈറ്റ് ഇവിടെ സ്റ്റിക്കർ വെച്ചപ്പോൾ അവർ എക്സ്ട്രാ നല്ല ഒരു ലുക്ക് വന്നു. പിന്നെ വാണ്ടർലസ്റ്റ് എന്ന് ഇവിടെ ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. കാറിനും ബൈക്കിനും ഞാൻ വാണ്ടർലസ്റ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ചെറിയ 2 എയറോ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങോട്ടെന്നോ. പിന്നെ ഈ ഒരു ഷോക്കിൻ്റെ ഇത് ഗോൾഡ് കൊടുത്തിട്ടുണ്ട്. ഇത് ആദ്യം ബ്ലാക്ക് ആയിരുന്നു. ഇത് കാലിപ്പർ ഓൾറെഡി ഗോൾഡാണ്. അപ്പോൾ അതിൻ്റെ ഒരു മാച്ചിങ് വേണ്ടിയിട്ടാണ് ഇവിടെയും ഗോൾഡ് കൊടുത്തത്. പിന്നെ സൈഡ് പീസും ഗോൾഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ അണ്ടർ ബെല്ലി എന്ന് പറയുന്നത് ചെറിയ ഫൈബർ വെയിറ്റ് ഇല്ലാത്ത ഇതൊരു ഇതാണ്.
അപ്പോൾ ഹോള് പിന്നെ ഓൾറെഡി ഇതിൻ്റെ മേലെ ഇല്ലോണ്ട് കറക്റ്റ് ഹോളായതുകൊണ്ട് പ്രശ്നമില്ല. അല്ലാണ്ടെന്ന് വെച്ചാൽ ഇപ്പം ഈ ഒരു അണ്ടർവള്ളി നമ്മൾ വേറൊരു വണ്ടിക്കാ സ്യൂട്ടാക്കുന്നുണ്ടെങ്കിൽ അത് ഹോള് ചെയ്യേണ്ടി വരും. ഹോള് ചെയ്യുമ്പോൾ തന്നെ അത് ഒരു പൊട്ടാൻ ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഇതെല്ലാം മറ്റേ എന്താ പറയുക ഗമ്മിട്ടിട്ട് ഹാൻഡ് മെയ്ഡ് ഫൈബർ ആക്കുന്നത്. അപ്പോൾ ആ ഒരു ഷേപ്പിൽ അതൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഗമ്മിങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ മേലെ എന്തൊക്കെയോ ആക്കിയിട്ട് ഒരു ഷേപ്പ് ആക്കുന്നതാണ്. അപ്പോൾ ആ ഒരു പീസാണെങ്കിൽ ഫുൾ ഫൈബർ പീസ്. ഇത് ഇവിടെയെല്ലാം സ്ട്രോങ് ആണ്, പക്ഷേ ഇതിൻ്റെ എക്സ്റ്റൻഷൻ ഉണ്ടല്ലോ, എക്സ്റ്റൻഷൻ കുറച്ചൊരു തിന്നാണ്. ചില ഒറിജിനൽ പാർട്ട് ഇവിടുത്തെ വരെ വരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ മേലെ തന്നെ ഈ ഒരു എക്സ്റ്റൻഷൻ ഇത് കൊടുക്കുകയാണ് അവർ, ഫൈബർ പീസ് ആക്കി ഇങ്ങോട്ട് എക്സ്റ്റൻഷൻ ആക്കി കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്. ഇത് വന്നോ? അപ്പോൾ ഇതെല്ലാം കംപ്ലീറ്റ് മാറിയ പാർട്സ്. ഇതെല്ലാം എൻജിൻ്റെ പാർട്സാണ്. ഷോക്ക് മാറിയിട്ടുണ്ട്. ഷോക്ക് നല്ല ബാക്ക് നല്ല അടിയുണ്ടായിരുന്നു. അത് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും നടക്കില്ല. അപ്പോൾ ഷോക്ക് മാറിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നല്ല സൗണ്ട് ഉണ്ടായിരുന്നു, ശരിയായ സൗണ്ടാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പിസ്റ്റൺ വേണ്ട, പിസ്റ്റണ് തയഞ്ഞു, രണ്ട് സൈഡിലും തയഞ്ഞു. അതാണെങ്കിൽ ഇതാ ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു കല അങ്ങനെ തന്നെ ഇങ്ങനെ അടിച്ചതിൻ്റെ ആ കല അങ്ങനെ തന്നെ കാണാം സിലിണ്ടറിൻ്റെ ഉള്ളിൽ. അപ്പോൾ സിലിണ്ടർ അങ്ങനെ തന്നെ മാറി, പിസ്റ്റൺ എല്ലാം കംപ്ലീറ്റ് ഇതെല്ലാം മാറിയതാണ്. ഇതൊക്കെ എവിടെ ഇരുന്ന പീസാ കാര്യങ്ങളൊന്നും അറിയില്ല. ക്രാങ്ക് മാറിയിട്ടുണ്ട്. ഓർ പറഞ്ഞ് ഇത് ടൈറ്റാണെന്നാണ് പറഞ്ഞത്, ഇത് ചെയ്യാൻ പറ്റില്ല, നല്ല ടൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതും മാറി. ഞാൻ സൈഡ് സ്റ്റാൻഡ് മാറിയിരുന്നു. സൈഡ് സ്റ്റാൻഡ് ഒരിക്കൽ പണി കിട്ടിയതാണ്. ഇതെന്ന് വെച്ചാൽ ഇവിടുന്ന് പൊട്ടിപ്പോയി വണ്ടി താഴെ. അപ്പോൾ വെൽഡ് ചെയ്തിട്ട് കിട്ടിയാണ്. സെൻട്രൽ സ്റ്റാൻഡും ഇല്ലല്ലോ, ശരിക്കും പെട്ടുപോയി. അതുകൊണ്ട് പിന്നെ റിസ്ക് എടുക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അത് ഒഴിവാക്കിന്. ആ സമയത്ത് അപ്പോഴും വെൽഡ് ചെയ്ത് കിട്ടിയ വേറെ കിട്ടാത്തതുകൊണ്ട് വർക്ക്ഷോപ്പിൽ നിന്ന് വെൽഡ് ചെയ്ത് കിട്ടി. അപ്പോൾ സ്റ്റാൻഡ് മാറിയിട്ടുണ്ട്. ഇതൊക്കെ എന്തെല്ലാമെന്ന് അറിയില്ല. പിന്നെ ഇത് ബ്രേക്ക് ഓയിലിൻ്റെ ക്യാപ്പാണ്, ബ്രേക്ക് ഓയിലിൻ്റെ കപ്പ്. അപ്പോൾ ഇതും മാറിന്, ഇത് കിട്ടുന്നില്ല, ഇത് സ്ക്രൂ വയ്ക്കാൻ കിട്ടുന്നില്ല. അപ്പോൾ അത് മാറി. ഇതൊക്കെ എന്തെല്ലാം സാധനങ്ങളെന്ന് അറിയില്ല. ഇത് ടൈമിങ് ചെയ്യാനാന്ന് തോന്നുന്നു. വണ്ടീൻ്റെ സൗണ്ടും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് മാറിന്. പിന്നെ ഇത് പിന്നെ മീറ്റർ സെൻസറാണ്. ആ സെൻസർ കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു. പറഞ്ഞ ഒരു 5000 കിലോമീറ്ററോളം സെൻസർ വർക്ക് ചെയ്യേണ്ടതെന്ന് ഓടിയത്. അപ്പോൾ അവരിടുന്നത്. പിന്നെ ഇത് മാറിയിട്ടുണ്ട്. ഇത് രണ്ടും മാറിയതെന്ന് വെച്ചാൽ ഇതായിരുന്നു ഫസ്റ്റത്തെ ഡൂം. ഇത് നല്ല പക്ക നീറ്റ് സാധനമായിരുന്നു. ഇത് മാറാനുള്ള കാരണം എന്ന് വെച്ചാൽ എൻ്റെ മണ്ടത്തരം കൊണ്ട് മാത്രമാണ്. ഇത് കാര്യം എന്ന് വെച്ചാൽ ഇതാണ് കംപ്ലീറ്റ് ഒരു ഫോഗ് വന്നത് കംപ്ലീറ്റ്. അത് നീറ്റ് സാധനമായിരുന്നു. ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ കുറച്ച് ഗ്ലേസിങ് കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട് തിന്നർ കൂട്ടി അങ്ങ് തുടച്ച്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത സംഭവമാണ്. ഫൈബർ മേൽ തിന്നർ യൂസ് ചെയ്യാൻ പാടില്ല. തിന്നർ യൂസ് ചെയ്താൽ നല്ല ക്ലിയർ ഇല്ല സാധനത ഇതുപോലെ ആയി കിട്ടും, പിന്നെ ഒന്നും കാണില്ല. നല്ല ഗ്ലേസിങ്ങുള്ള സാധനമായിരുന്നു. അപ്പോൾ ആ ഒരു ഇത് കൊണ്ടാണ് ഞാൻ മാറ്റിയത്. ഞാൻ ഇതിലെല്ലാം DRL വെച്ചിട്ടുണ്ട്. ഇതിലെല്ലാം DRL ഓൾറെഡി വെച്ചതാണ്. അപ്പോൾ ഇത് അങ്ങ് മാറി. അപ്പോൾ നല്ല ക്ലിയറിൽ പീസ് വന്ന അവിടെ. പിന്നെ ഞാൻ പറഞ്ഞത് ഈ DRL ഒട്ടിക്കുമ്പില്ല പ്രശ്നം വെച്ചാൽ നമ്മൾ സൂപ്പർ ഗ്ലൂ പോലത്തെ പിന്നെ സാധനം യൂസ് ചെയ്തിട്ട് ഒട്ടിക്കുമ്പോൾ പ്രശ്നം ചെയ്തണ്ട ഈ ഫോഗ് ഇങ്ങനെ വന്ന് അവിടെ നോക്കും. ഇതെല്ലാം നമ്മൾ ആ സൂപ്പർ ഗ്ലൂ ഇട്ട് ഒടിച്ചാൽ അതിൻ്റെ ഫോഗ് അങ്ങനെ തന്നെ കാണാണ്ട് വൃത്തിയോടായിരിക്കും, പക്കാ വൃത്തിയോടായിരിക്കും. പിന്നെ ഈ ഒരു ഇതെല്ലാം കണ്ട, ഇതെല്ലാം നമ്മൾ തിക്കി എടുക്കുമ്പോൾ വരുന്ന സംഭവം ഇത്. പക്ഷേ എങ്കിൽ ഉള്ളിലേക്കാണ് പോവുക, ഇത് പുറത്ത് കാണില്ല.
പക്ഷേങ്കിൽ ഇപ്രാവശ്യം ചെയ്തത് കുറച്ചും കൂടി നീറ്റിൽ കിട്ടീന്. ആ നീറ്റിലായി കിട്ടാന്ന് വെച്ചാൽ നമ്മൾ ഹീറ്റ് മറ്റേ ഹെയർ ഡ്രയർ യൂസ് ചെയ്തിട്ട് ഹീറ്റ് അടിച്ചിട്ട് തിക്കിയാൽ പിന്നെയും പെട്ടെന്ന് കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞത് അതിൻ്റെ ഈ ഒരു പീസ് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇത് ആ പാർക്ക് ബൾബ് ഹോൾഡ് ചെയ്യുന്ന സാധനം. ആ പാർക്ക് ബൾബ് ഹോൾഡ് ചെയ്യുന്ന ആ ഒരു പീസ് മാറ്റി അവിടെ വെറും ബ്ലാക്ക് മാത്രമാക്കി. അപ്പോൾ ലൈറ്റ് വരുമ്പോൾ മാത്രമേ അവിടെ ഇത് കാണും, അല്ലാത്തപ്പോൾ എല്ലാം ബ്ലാക്ക് ആയിരിക്കും. അത് വേറെ തന്നെ ഒരു അട്രാക്ഷൻ. അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ ഇവിടെ വേണ്ട, ഈ വൈറ്റ് ഇവിടെ നിന്ന് ഒഴിവാക്കി. അപ്പോൾ അവിടെ ബ്ലാക്ക്. അപ്പോൾ ലൈറ്റ് എത്തുമ്പോൾ മാത്രമേ അവിടെ ഒരു വെളിച്ചം വരും. ആ ഒരു വേറെ തന്നെ ഒരു ചേഞ്ച്, ഒരു ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയോണ്ടാണ് ഞാനങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതെല്ലാമാണ് എൻ്റെ ബൈക്കുമായിട്ട് സംബന്ധിച്ച കാര്യങ്ങൾ. കംപ്ലീറ്റ് വർക്ക് ചെയ്ത് ഇറക്കി. ഇനി ഒരു പ്രശ്നം ഉണ്ടാകാണ്ടെങ്കിൽ പോകണം, അത്രേ ഉള്ളൂ. ആരും അത്രയ്ക്ക് എമൗണ്ട് ഇതിന്മേൽ കയറി, ഓൾറെഡി ഒരു ബൈക്ക് വാങ്ങേണ്ട എമൗണ്ട് ഇതിന്മേൽ കയറി. അപ്പോൾ ഇനി ഒരു പ്രശ്നമില്ലാണ്ട് കൊണ്ടുപോകണം. ഇനി സർവീസും കാര്യങ്ങളൊക്കെ നീറ്റായിട്ട് ഷോറൂമിൽ നിന്ന് പുറത്തുനിന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. പുറത്തുനിന്ന് നമുക്ക് ചെറിയ കോസ്റ്റ് ചെയ്യാൻ പറ്റും. 2 പ്രാവശ്യം ഞാൻ പുറത്തുനിന്നാണ് എൻജിൻ്റെ വർക്ക് ചെയ്തത്. ആ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പുറത്തുനിന്ന് ചെയ്യുമ്പോൾ ചെറിയ കോസ്റ്റിൽ അവർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്തു തരും. എന്നാൽ ചെറിയ കോസ്റ്റ് ആവും. ഷോറൂമിൽ കൊണ്ടുപോയാൽ അത് റീപ്ലേസ്മെൻ്റ് ആണ്. അവർ അഡ്ജസ്റ്റ്മെൻറ്റ് ഒരു ഇതിന് നിൽക്കും. എന്ന് വെച്ചാൽ ഒരിക്കൽ അഡ്ജസ്റ്റ് ചെയ്താൽ അതിനോട് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ബാക്കി എല്ലാ പാർട്സിനും ചെറിയ കംപ്ലയിൻറ്റ് വരും. അപ്പോൾ ചെറിയൊരു സാധനം മാറേണ്ടതിന് പകരം കംപ്ലീറ്റ് സാധനം മാറേണ്ടി വരും. 2 പ്രാവശ്യമായിട്ട് എനിക്ക് അനുഭവം ഇല്ലാണ്ടാണ് ഞാൻ ഷോറൂമിൽ പോയിട്ട് കംപ്ലീറ്റ് എൻജിൻ വർക്ക് ചെയ്തത്. അപ്പോൾ ഒന്നാമത് അറിയാമായിരിക്കും, ഷോറൂമിൽ പോയ റീപ്ലേസ്മെൻ്റ് ആണ്, നല്ല പൈസയുമാണ്. അപ്പോൾ ഒരു പുതിയ വണ്ടി തന്നെ, ഓൾ ടോട്ടൽ R15S, പുതിയ R15S. ഇപ്പോൾ ഇത് ഇറങ്ങുന്നില്ല, പക്ഷേങ്കിൽ എൻ്റെ അടുത്ത് ഇപ്പോൾ ഓൾ ടോട്ടൽ പുതിയ R15S. കംപ്ലീറ്റ് വണ്ടീൻ്റെ ലുക്ക് കണ്ടാൽ തന്നെ ഇത് ഫീൽ കിട്ടും. ഇൻഡിക്കേറ്റർ ചെയ്തു. ആ ഒരു പാർക്ക് ബൾബിന് ഇത് വേണ്ട, പാർക്ക് ബൾബ് ലൈറ്റ് ഇടുമ്പോൾ മാത്രം ഇത് വേണ്ട. ഇതിപ്പോൾ പാർക്ക് ബൾബ് വേണ്ട. ഇത് ഇങ്ങോട്ടേക്ക് അല്ല, ഇവിടെ ബ്ലാക്ക് ആവും എടുത്താണ്. ഇവിടെ ആ ലൈറ്റ് ഇടുമ്പോൾ മാത്രമേ അവിടെ വൈറ്റ് വരും. അപ്പോൾ ഇതാണ് എൻ്റെ R15. ഓക്കെ. ഉള്ളിൽ റെഡ് പ്രൊജക്ടർ ലാമ്പ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേങ്കിൽ അത് ഇപ്പം കർശനമായിട്ട് പിടിക്കുന്നുണ്ട്. ഞാൻ കംപ്ലീറ്റ് റെഡ് DRLും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എൻ്റെ ഒരു മോഡിഫിക്കേഷൻ ചെയ്തൊരു വണ്ടി ഉണ്ടായിരുന്നു. എൻ്റെ 2009 അപ്പാച്ചെ, അതിനുമേൽ R15ൻ്റെ കിറ്റ് കംപ്ലീറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കംപ്ലീറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എൻ്റെ ചാനലിലുണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് R15 എടുക്കണം എന്നുള്ള ഒരു വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ സാധിക്കാത്തപ്പം കയ്യിലുണ്ടായിരുന്ന അപ്പാച്ചെ R15ൻ്റെ കിറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കൺവേർട്ട് ചെയ്തിട്ടുള്ള ഒരു മോഡലാക്കി. അത് അടിപൊളിയായിരുന്നു. പക്ഷേ എങ്കിലും നമുക്ക് മോഡിഫിക്കേഷൻ്റെ സ്ട്രിക്റ്റ് റൂൾ വന്നപ്പോൾ അത് കംപ്ലീറ്റ് ചേഞ്ച് ചെയ്യേണ്ടി വന്നു. കിറ്റൊക്കെ അയച്ച് സ്റ്റോക്ക് മോഡൽ അപ്പാച്ചെ തന്നെ ആക്കേണ്ടി വന്നു. അപ്പോൾ അതിന് ശേഷമാണ് ഈ R15 എടുത്തത്.